ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? ഒരുപാട് നിലവിളിക്കണമെന്നില്ല, പടച്ചവനെ ആരെങ്കിലും കേൾക്കണമെന്നില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനങ്ങൾ കടന്നു വരികയാണ്. മൂസാ നബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, മഴയില്ലാതെ വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ എല്ലാ ഭൂമി മുഴുവനും മണ്ടതാ വറ്റുവരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മഴ കിട്ടുന്നതിന് വേണ്ടി എന്ന് ദുആ ചെയ്യടൂ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ബനൂ ഇസ്രായേൽ തന്റെ ജനത വന്നിട്ട് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറ്, നമുക്ക് അല്ലാഹുവിനോട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദിവസം അങ്ങനെ നിശ്ചയിക്കുകയാണ്. പടച്ചവനെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്തേക്ക് ജനങ്ങളെ മുഴുവനും കടന്നു വന്നു. എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വന്നു. എല്ലാവരും അവിടെ കടന്നു വരികയാണ്. പടച്ചവനെ ചരിത്രം പറയുന്ന 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട്. അവര് മുഴുവനും അല്ലാഹുവേ മൂസാ നബിയുടെ മുന്നിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി അലൈഹിസ്സലാം 70,000-ഓളം വരുന്ന ജനങ്ങളെ സാക്ഷിയാക്കി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അവിടെ ദുആ ചെയ്തു. മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു റബ്ബേ, മഴ തരണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ച റബ്ബേ, മൂസാ നബി അവിടെ ദുആ ചെയ്തു. പടച്ചവനെ ആകാശത്തൊരു ഒരു കാർമേഘവും കാണുന്നില്ല, മഴയുടെ ഒരു അടയാളവും കാണുന്നില്ല. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്തു, അല്ലാ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. പടച്ചവനെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട്, പ്രായമുള്ളവരുണ്ട്, യാത്രക്കാരുണ്ട്. പടച്ചവനെ ഗർഭിണികളായ പെണ്ണുങ്ങളുണ്ട്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്യുകയാ. ഒരടയാളവും കാണുന്നില്ല. മൂസാ നബി മൂന്നാമതായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടു അവിടെ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. അവിടെ പ്രവാചകൻ ഇബ്രാഹിം മൂസാ നബി അവിടെ ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്തു നിന്ന് കടന്നു വരികയാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്ന മൂസാ നബിയേ, ദുആ അല്ലാഹു സ്വീകരിക്കൂല, ദുആ അല്ലാഹു സ്വീകരിക്കൂല, മഴ പെയ്യൂല നബിയേ. മൂസാ നബി അവിടെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദുആ സ്വീകരിക്കാത്തത്? 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനിരിപ്പുണ്ട്. 40 വർഷമായിട്ട് പടച്ചവനോട് നന്ദികേടുകൾ കാണിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനീ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. ജിബ്രീൽ എന്ന മലക്ക് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, പടച്ചവനെ തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളെ വിളിച്ചിട്ട് മൂസാ നബി അവിടെ നിന്ന് പറയുകയാ, 40 വർഷക്കാലമായി പടച്ച റബ്ബിനെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്നവനാണ്, അല്ലാഹനെ മറന്ന് നടക്കുന്നവനാണ്. 40 കൊല്ലമായി പാപം ചെയ്തുകൊണ്ട് നടന്ന മനുഷ്യൻ അതേ സദസ്സിലിരിപ്പുണ്ട്. ആൾക്കൂട്ട ഇടയിൽ അവനും ഇരിപ്പുണ്ട്. ജനങ്ങളെ മുഴുവനും എന്നെ തിരിച്ചറിയുമല്ലോ അല്ലാഹ്, നാണം കെടുമല്ലോ
പടച്ചവര്. ആ മനുഷ്യനതാ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അവിടെ നിന്ന് മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹു ഇവനോട് പറയുന്നു, നാഥാ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് പാപമാ, ഇന്ന് വരെ നിന്നോട് നന്ദികേട് കാണിച്ചവനാണ്, ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാന്. ചെയ്തു പോയ പാപം മുഴുവനും ഞാൻ ഏറ്റുപറയുന്ന തമ്പുരാന്. അല്ലാഹുവേ, നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഞാൻ ഏറ്റുപറയുകയാ. ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എനിക്ക് പുറത്തു തരണേ അല്ലാ, എന്റെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നു മുതൽ നിന്നെ വഴിപ്പെട്ട് ജീവിക്കാൻ തമ്പുരാന്. എന്റെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാന്. ആ മനുഷ്യനാ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ചറപ്പിനോട് പറയുകയാണ്, അവിടുന്ന് തൗബ ചെയ്യുകയാണ്, അവിടുന്ന് തൗബ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിനോട് പശ്ചാത്തപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ്. പെട്ടെന്നാണ് കാർമേഘം കടന്നു വന്നത്. പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യുകയാണ്. ജനങ്ങൾ മുഴുവനും വല്ലാത്ത സന്തോഷത്തിലാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അവിടുന്ന് പറഞ്ഞു, മൂസ നബിയേ, ആ മനുഷ്യനെ തൗബ ചെയ്ത 40 വർഷക്കാലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യൻ ആരും കേൾക്കാതെ തലകുനിച്ചു വെച്ചിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ് ചെയ്തത് മുഴുവനും തെറ്റാ അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ലട്ടാ, ഇനി ഒരിക്കലും ഞാൻ ആ പാപം ചെയ്യില്ല പടച്ചവനെ, ഇന്നു മുതൽ ഞാൻ നന്നായാക്കാം. അല്ലാഹുവേ, നീ മഴ തരണേ അല്ലാ. 70,000-ഓളം വരുന്ന ജനങ്ങൾ കൂടിയ സദസ്സിൽ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ വന്നു. മഴയുടെ അടയാളങ്ങളൊക്കെ കണ്ടു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തിൽ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, മഴ പെയ്യില്ലെന്നല്ലേ പറഞ്ഞു, ആരും പോയില്ലല്ലോ, പിന്നെന്താ മഴ പെയ്തേ? അപ്പൊ പറഞ്ഞു കൊടുത്ത മറുപടി, ആ മനുഷ്യന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹ് മഴ കൊടുത്തെന്ന്. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ അതാ. ആള് കേൾക്കണമെന്നൊന്നുമില്ല, നിലവിളിക്കണമെന്നൊന്നുമില്ല. ചിലരൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ദുആ ചെയ്യാറുണ്ട്, വിളിച്ചു പോവാറുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ കാണാം, അങ്ങനെ വിളിച്ചു കൂവി ദുആ ചെയ്യുന്ന ഒരു സഹാബിയോട് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അത്രേ, നീ പൊട്ടനായ അല്ലാഹ് ഒന്നുമല്ല വിളിക്കണേ, അല്ലാഹ്ക്ക് ചെവിയേക്കാന്നാ പറഞ്ഞേ. അല്ലാഹു ചെവിക്ക് കേൾവിയുള്ളവൻ, അതുകൊണ്ട് പതുക്കെ പറയാം. ദുആ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ശബ്ദം ഉയർത്തിയും പാടില്ല, ശബ്ദം താഴ്ത്തിയും പാടില്ല. രണ്ടിലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. രണ്ടിന്റെയും മധ്യമായ രീതിയിലാണ് തൗബ ചെയ്യേണ്ടത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.